വെൽക്കം ബാക്ക്. നമ്മളിന്ന് നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ആരെ എടുത്താലാണ് ശരിക്കും വേർത്താവുന്നത്, നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ആരെ സൈൻ ചെയ്യണം, ഞാൻ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ലാസ്റ്റ് അപ്ഡേറ്റിൽ നമ്മുടെ കൊണാമി നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അത്യാവശ്യം പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്നാലും പണ്ടത്തെ അത്ര പവറിൽ ഇല്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിനേക്കാളും അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. സോ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു പ്ലെയറെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നോക്കുവാണെങ്കിൽ പെഡ്രീനെ ഞാൻ എടുത്തിട്ടുണ്ട്. മുന്നേ വന്ന നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലെ ഒരു പെഡ്രി എനിക്കുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു പെഡ്രിയെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ് ഉണ്ട്. പക്ഷേങ്കിൽ കഴിഞ്ഞ ആ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലെ പെഡ്രിയും ഈ ഒരു പെഡ്രിയും തമ്മിലുള്ള വ്യത്യാസം പലരും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ മേജർ ചേഞ്ച് ആയിട്ട് നമ്മുടെ സ്റ്റാറ്റിൽ കുറച്ച് പാസിംഗ് എബിലിറ്റി കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പെഡ്രിക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ സ്കോഡിൽ ഈ പെഡ്രിക്ക് ഇപ്പോഴും സ്ഥാനം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ആ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലെ പെഡ്രി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വർക്കാവുന്നുണ്ട്. ആ ഒരു പെഡ്രിയും ഈ ഒരു പെഡ്രിയും തമ്മിലുള്ള വ്യത്യാസം സ്റ്റാറ്റിൽ ഈ ഒരു പെഡ്രി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പെഡ്രിയെ യൂസ് ചെയ്യാനുള്ളൊരു ഏക കാരണം ഈ ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. ഇത് ഓർക്കസ്ട്രേറ്ററാണ്, മറ്റേത് നമുക്ക് അറിയാം പ്ലേ മേക്കറാണ്. സോ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ എനിക്ക് അത്ര ആവാറില്ല. കാരണം ഇത് ബാക്കിലോട്ടേക്ക് ഇറങ്ങി കളിക്കുന്ന, നമുക്ക് പാസ് ചെയ്യേണ്ട ഏരിയയിൽ അല്ലെങ്കിൽ പാസ് കൊടുത്ത് നമുക്കൊരു ത്രൂ പാസും കാര്യങ്ങളൊക്കെ വെച്ച് തരേണ്ട ഏരിയയിൽ ഈ പുള്ളീനെ കിട്ടാറില്ല. ഞാൻ കളിപ്പിച്ച് നോക്കിയപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യമാണ്. മറിച്ച് പ്ലേയിങ് സ്റ്റൈൽ നമുക്ക് പ്ലേ മേക്കറായിട്ടുള്ള ആ ഒരു പെഡ്രി കൃത്യമായിട്ട് തന്നെ വൺ ടച്ച് പാസും കാര്യങ്ങളൊക്കെ നമുക്ക് കയറി പോകുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് കയറി പോകാറുണ്ട്. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെഡ്രി ഇല്ലെങ്കിൽ ഈ ഒരു പെഡ്രിനെ നിങ്ങൾ സൈൻ ചെയ്യുക കഴിഞ്ഞാലും നല്ലൊരു കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യും. കയറി പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ നിങ്ങൾ കൗണ്ടർ ടാർഗറ്റ് ആയിട്ട് ഈ ഒരു പെഡ്രിയെ കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു ഗെയിമും കാര്യങ്ങളൊക്കെ പുള്ളി കാഴ്ചവെക്കുന്നുണ്ട്. സോ ഈ ഒരു പ്ലെയറാണ് എനിക്ക് ഒന്നാമതായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. പിന്നീടുള്ളത് നമുക്കൊരു RB വരുന്നുണ്ട്, ഹക്കീമിയാണ്. ഇതിൽ നിങ്ങൾക്കറിയാം ഫുൾ ബാക്ക് ഫിനിഷറാണ്. ഫുൾ ബാക്ക് ഫിനിഷറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇൻസൈഡ് പോസ്റ്റിലേക്ക് പോകുന്ന രീതിയിലുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ്. സോ നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. പിന്നെ വരുന്നത് ഒരു CMF ആണ് എനിക്ക് തോന്നുന്നത്, ബോക്സ് ടു ബോക്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഒരു ഗോൾ കീപ്പറാണ്, ഡേവിഡാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് ആരെ ആദ്യം ചൂസ് ചെയ്യണം, നിങ്ങളുടെ ഗെയിം പ്ലാൻ എടുക്കുക. അതിൽ ഏതൊക്കെ പൊസിഷനിലാണ് നിങ്ങൾക്ക് പ്ലേയേഴ്സ് ഉള്ളത്, പ്ലേയിങ് 11 കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ പ്ലേയേഴ്സാണ് നിങ്ങളുടെ സബിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആദ്യം ഏത് പ്ലേയിങ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണം, ഏത് പൊസിഷനിൽ ആൾക്കാർ വേണം എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചതിന് ശേഷം ഇവിടെ വരിക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അതിന് കണക്കായിട്ടുള്ള പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുക. അതിനു മുന്നേ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലെയർ അത്ര വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ടോക്കൻ്റെ വാലിഡിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 12 ആണ്, നാളെ 13, 14, 1/25 വാലിഡിറ്റി കഴിയുന്ന 2 ടോക്കൺ എൻ്റെ കയ്യിലുണ്ട്, ഒരു 5 സ്റ്റാറും ഒരു 3 സ്റ്റാറും. സോ ഓൾറെഡി ഞാൻ ഒരു പ്ലെയറെ സൈൻ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് എന്തായാലും 2 ദിവസം കൊണ്ട് നമുക്ക് വാലിഡിറ്റി കഴിയുന്ന കൂപ്പൺ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പ്ലെയറേയും കൂടി ഞാൻ എന്തായാലും സൈൻ ചെയ്യും. അത് ആരെയായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു സ്ക്വാഡും കാര്യങ്ങളും എപ്പിക് സ്ക്വാഡ് തന്നെ എനിക്കുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അധികം ഈ ഒരു ഫുൾ ബാക്ക് ഫിനിഷർ ഞാൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം ഡിഫെൻസീവ് ഫുൾ ബാക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ബോക്സ് ടു ബോക്സും എനിക്ക് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് ഈ ഒരു ഗോൾ കീപ്പറെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അത്യാവശ്യം നല്ല സ്കില്ലും അത്യാവശ്യം നല്ല എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് എനിക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്, OP ആയിട്ടുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മളെന്തായാലും ഒരു പ്ലെയർ കൂടി സൈൻ ചെയ്യുകയാണ്. കളിപ്പിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. സോ ഈ ഒരു 2 പ്ലെയറാണ് ഞാൻ സൈൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ നിങ്ങൾ പറയുക. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ 2 പ്ലെയറും ഓക്കെയാണ്. പെഡ്രി എന്തായാലും നിങ്ങൾ സൈൻ ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. പിന്നെ നമുക്ക് വാലിഡിറ്റി കഴിയുന്ന ടിക്കറ്റ് എന്തായാലും മാത്രം ജിയും കൂടി സൈൻ ചെയ്യാൻ ഞാൻ പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങളുടെ സ്ക്വാഡിന് പറ്റിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ നോക്കുക. ഞാനിപ്പോൾ പെഡ്രീനെയും ഈ ഒരു ഗോളിനെയും സൈൻ ചെയ്തെന്ന് വെച്ച് നിങ്ങൾ ഇവരെ തന്നെ സൈൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു ബോക്സ് ടു ബോക്സ് ആണ് അല്ലെങ്കിൽ RB ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.